സ്കാനിംഗ് റിപ്പോർട്ടിൽ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ അത് അവഗണിക്കണോ അതല്ല യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഉറക്കത്തിലുണ്ടാവുന്ന ഡിസ്റ്റർബൻസ്, ശരിയായ ഒരു ഉറക്കശീലമില്ലായ്മ, മധുരത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം. ഒരു 12 മണിക്കൂർ വരെ നമ്മൾ ഫാസ്റ്റിംഗ്, അതായത് ഭക്ഷണം കഴിക്കാത്ത ഒരു രീതി നമുക്ക് അവിടെ ട്രൈ ചെയ്യാവുന്നതാണ്. അത് ഡെയിലി ചെയ്യേണ്ട, ഇൻ്റർമീഡിയൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ അത് ചെയ്യാം. നമ്മളിന്ന് സംസാരിക്കുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം, മെഡിക്കെയർ ഹോമിയോപ്പതി, വാണിയമ്പലം. സ്കാനിംഗ് റിപ്പോർട്ടിൽ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ അത് അവഗണിക്കണോ അതല്ല യഥാർത്ഥ ട്രീറ്റ്മെൻറ്റ് എടുക്കണോ? ഫാറ്റി ലിവർ ഇന്ന് വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും 10ൽ ഒരാൾക്ക് എന്ന തോതിൽ ഇന്ന് കാണപ്പെടുന്നുണ്ട്. ഇന്നലെ റീസെൻ്റ് ആയിട്ട് വന്ന ഒരു കേസ് പറയുകയാണെങ്കിൽ PCOD ഉള്ള 20 വയസ്സായ ഒരു പെൺകുട്ടിക്ക് അവരുടെ ഒരു ശീലങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാരണങ്ങളൊന്നും, അവർ അമിതമായ ഭക്ഷണമോ അങ്ങനെ ഒന്നും, പ്രത്യേകിച്ച് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചിട്ടോ അങ്ങനെയൊന്നുമല്ല ഫാറ്റി ലിവർ വന്നത്. എന്തുകൊണ്ടാണ് ഫാറ്റി ലിവർ ഇത്ര കൂടുതലായിട്ട് ഇന്ന് കാണുന്നത്? ഇതിൻ്റെ റീസൺസ് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ, ഇതിൻ്റെ കാരണങ്ങളുടെ പിന്നാലെ പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് മുമ്പൊക്കെ പറഞ്ഞിരുന്നത് ഇത് ലിവർ ഡിസീസ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ അഥവാ മദ്യം കഴിക്കുന്നവർക്ക് മാത്രം വരുന്ന ഒരു രോഗമാണെങ്കിൽ ഇന്ന് അത് അങ്ങനെയല്ല. ഇന്ന് ഇത് എല്ലാവർക്കും 10ൽ ഒരാൾക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാരണം പ്രധാനമായിട്ടും മധുരത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മളുടെ കാർബോഹൈഡ്രേറ്റ് അഥവാ അന്നജത്തിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് തന്നെ നമ്മൾ ഈ മധുരം കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫാറ്റി ലിവർ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ മറ്റു കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പ്രധാനമായിട്ടുള്ള കാരണം പറയുന്നത് വ്യായാമക്കുറവ് തന്നെയാണ്. അതുപോലെ തന്നെ ഉറക്കത്തിലുണ്ടാവുന്ന ഡിസ്റ്റർബൻസ്, ശരിയായ ഒരു ഉറക്കശീലമില്ലായ്മ, അതുപോലെ തന്നെ നമ്മളുടെ വ്യായാമക്കുറവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ്. മറ്റു അസുഖങ്ങളോടനുബന്ധിച്ചും ഫാറ്റി ലിവർ കാണാറുണ്ട്. പ്രധാനമായിട്ടും പ്രമേഹം വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഫാറ്റി ലിവറും അസോസിയേറ്റഡ് ആയിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ PCOS പോലുള്ള രോഗാവസ്ഥയിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവരിലും ഈ ഫാറ്റി ലിവർ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഫാറ്റി ലിവറിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. ഇനി നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ടോ എന്നെങ്ങനെ അറിയാൻ നോക്കാം. നമുക്ക് ശരീരത്തിൽ പ്രത്യേകിച്ച് ലക്ഷണമൊന്നും ഇല്ലാതെയും ഫാറ്റി ലിവർ വരാം. ചിലപ്പോഴെങ്കിലും ശരീരത്തിൽ ഉണ്ടാവുന്ന കറുപ്പ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലം ഉണ്ടാവുന്ന അമിതമായിട്ടുള്ള കറുപ്പ്, സ്കിന്നിനുണ്ടാവുന്ന നിറത്തിലുള്ള ചേഞ്ചസ്, അതായത് കറുപ്പ് നിറം കഴുത്തിന് പുറകിലും കക്ഷത്തിലും അതുപോലെ തന്നെ മുട്ടുമടക്കിലും ഒക്കെ വരുന്നു. അതുപോലെ തന്നെ കാലിലുണ്ടാവുന്ന ചെറിയ നീരുകൾ, വയറിൻ്റെ മുകളിലുണ്ടാവുന്ന ചെറിയ വേദനകൾ, കൊളുത്തുന്ന പോലെയുള്ള വേദനകൾ, അതുപോലെ തന്നെ പിന്നെ നമുക്ക് അസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ് പോലെ അനുബന്ധമായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ. പിന്നെ ഇവർക്കുണ്ടാകുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ് എപ്പോഴും ഉണ്ടാകുന്ന ക്ഷീണം, അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, വയറെപ്പോഴും വീർത്തിരിക്കുന്ന അവസ്ഥ. നമുക്ക് ഈ ഫാറ്റി ലിവർ നമ്മൾ 3 ഗ്രേഡായിട്ട് തിരിക്കാം. ഗ്രേഡ് 1 ചെറിയ രീതിയിലുള്ള കൊഴുപ്പ് അടിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ഗ്രേഡ് 2 എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി കൂടിയ ഗ്രേഡാണ്. ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ കുറച്ചുകൂടി കൂടുതലാണ്. ഇതിൽ ഫാറ്റി ലിവർ 1ഉം 2ഉം നമുക്ക് തീർച്ചയായിട്ടും തിരിച്ച് റിവേഴ്സ് ചെയ്തിട്ട് നോർമൽസിലേക്ക് കൊണ്ടുവരാം. ഫാറ്റി ലിവർ 3 ആണെങ്കിൽ നമ്മളത് ശരിയായ ഒരു ചികിത്സ എടുക്കണം. അത് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് പിന്നീട് ക്യാൻസറും സിറോസിസും അങ്ങനെ വലിയ മാരകമായ രോഗങ്ങളിലേക്ക് നമ്മളെ നയിച്ചേക്കാം. ഇനി ഫാറ്റി ലിവർ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കേണ്ടതെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു ഇതിൻ്റെ മധുരമുള്ള ഭക്ഷണങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മധുരം നിയന്ത്രിക്കുക, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, അന്നജം നിയന്ത്രിക്കുക എന്ന് തന്നെയാണ്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഫാറ്റി ലിവർ കണ്ടെത്തിയാൽ മദ്യം തൊടാതെ തന്നെ ഇരിക്കുക. ഒരു തുള്ളി മദ്യമാണെങ്കിലും നിങ്ങൾ അത് കഴിക്കാതിരിക്കുക. ഒരു തുള്ളി മദ്യം ചെന്നാലും ഇത് ലിവറിനെ ഇറിറ്റേറ്റ് ചെയ്യുകയും അത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് നയിക്കുകയും ചെയ്യും. ഇനി അടുത്തതായിട്ട് നമ്മൾ പല മാജിക്കൽ ഡ്രിങ്ക്സും ഇത് ഡീടോക്സ് ചെയ്യാനായിട്ട് ഇന്ന് അതൊരു മാർക്കറ്റിംഗ് ട്രിക്സ് ആണ്. ഇതൊക്കെ നമ്മൾ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ല. ഇതുപോലെയുള്ള മാജിക് ഡ്രിങ്ക്സോ ഡീടോക്സ് ഡ്രിങ്ക്സോ ഒരിക്കലും ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യുകയില്ല. കാരണം ഫാറ്റി ലിവർ 1-2 ദിവസം കൊണ്ട് ഉണ്ടായതല്ല. നമ്മളുടെ ജീവിത ശൈലിയിൽ ഉണ്ടാവുന്ന 5-10 വർഷങ്ങൾ ഉണ്ടാവുന്ന ചേഞ്ചസ് കൊണ്ടാണ് ഈ ഫാറ്റി ലിവർ ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും 1-2 ആഴ്ച കൊണ്ട് ഇത് മാറില്ല. ഇതിന് ശരിയായ ഒരു വീക്ക്ലി പ്ലാൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് റിവേഴ്സ് ചെയ്യാനായിട്ട് സഹായിക്കും. ഈ ഫാറ്റി ലിവർ റിവേഴ്സലിന് വേണ്ടിയിട്ട് നമ്മളൊരു
1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു 4 ആഴ്ചത്തെ ഈ ഒരു പ്ലാൻ ഒന്ന് നമ്മൾ ശരിക്കും ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് തീർച്ചയായിട്ടും റിവേഴ്സ് ചെയ്യാനായിട്ട് സഹായിക്കും. ഇതിൽ ആദ്യത്തെ ആഴ്ച നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ 1 സ്പൂൺ നാരങ്ങനീരിട്ട വെള്ളം, അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ 1 സ്പൂൺ മഞ്ഞൾ കൂടി ചേർക്കുക. ഇത് ഡെയിലി രാവിലെ കുടിക്കുക. ഇനി മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 മുട്ട, അതിൻ്റെ വെള്ളം എടുക്കുക, ഒരു ഫുൾ മുട്ടയും എടുക്കുക. ഇനി അതിനോടൊപ്പം ഇത് നമുക്ക് പുഴുങ്ങിയിട്ടോ അതല്ലെങ്കിൽ ജസ്റ്റ് ഓംലേറ്റ് ആക്കിയിട്ടോ നമുക്ക് കഴിക്കാം. അതിനോടൊപ്പം തന്നെ നമ്മളൊരു മൾട്ടിഗ്രെയിൻ ചപ്പാത്തി, അതല്ലെങ്കിൽ ഒരു മൾട്ടിഗ്രെയിൻ ദോശ നമുക്ക് കഴിക്കാം, അതല്ലെങ്കിൽ ഒരു കിനുവ ഉപ്പുമാവ് കഴിക്കാം. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ ഉള്ളി, തക്കാളി, ബ്രോക്കോളി പോലെയുള്ള വെജിറ്റബിൾസ്, പച്ചക്കറികൾ കൂടി കറിയായിട്ടോ അതല്ലെങ്കിൽ സാലഡായിട്ടോ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മിഡ് മോർണിംഗ് സ്നാക്കായിട്ട്, അതായത് ഒരു 11 മണിക്കൊക്കെ നമ്മൾ ഒരു ആപ്പിൾ അല്ലെങ്കിൽ 2 or 3 ബദാം നമ്മൾ കഴിക്കുക. ഇനി 1 മണിയുടെ ലഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പ്രോട്ടീൻസ് നമ്മൾ കേരള സ്റ്റൈൽ ഭക്ഷണം തന്നെ നമുക്ക് ഫോളോ ചെയ്യണം നിർബന്ധമാണെങ്കിൽ നമുക്ക് അരിയാഹാരം കുറയ്ക്കേണ്ടത് നിർബന്ധം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ അതിൽ 4ൽ 1 ഭാഗമായിട്ട് അരി ചുരുക്കുക. ഈ അരി എടുക്കുന്നത് തന്നെ വൈറ്റ് റൈസിന് പകരം നമ്മൾ ബ്രൗൺ റൈസ് ഉപയോഗിക്കുക. ഇനി അരിക്ക് പകരമായിട്ട് നമുക്ക് റാഗി, അതല്ലെങ്കിൽ നമുക്ക് ക്യൂനിയ പോലെയുള്ള ഭക്ഷണങ്ങൾ, മില്ലറ്റ്സോ മറ്റോ ഒക്കെ ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ 4ൽ 1 അരി എടുത്തു. ഇനി ഒരു പ്ലേറ്റിൻ്റെ പകുതി നമ്മൾ പച്ചക്കറികൾ, അത് സാലഡായിട്ടോ കറിയായിട്ടോ ഉപ്പേരിയായിട്ടോ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി 4ൽ 1 ഭാഗം നമ്മൾ പ്രോട്ടീൻ കഴിക്കുക. പ്രോട്ടീൻ കഴിക്കുന്നത് തന്നെ നമ്മളുടെ ഗ്രിൽഡ് ആയിട്ടുള്ള ഫിഷ്, ഗ്രിൽഡ് ആയിട്ടുള്ള ചിക്കനോ മീറ്റോ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ റെഡ് മീറ്റ് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ താറാവ് ഇറച്ചി, അതുപോലെ തന്നെ പോർക്ക്, ബീഫ് മുതലായ മീറ്റ്സ് ആണ്. ഇനി നമ്മൾ വൈകുന്നേരത്തെ ചായ നമ്മൾ ഗ്രീൻ ടീ, അതല്ലെങ്കിൽ പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം, അതല്ലെങ്കിൽ നമുക്ക് ഇത് രാവിലെ ചെയ്ത പോലെ ഒന്ന് മഞ്ഞളും കുറച്ച് ഇരട്ടി മധുരവും, 1 സ്പൂൺ ഇരട്ടി മധുരവും ചേർത്തിട്ട് നമുക്ക് ഒരു ചായ പോലെ തിളപ്പിച്ച് കഴിക്കാവുന്നതാണ്. ഇനി രാത്രിയിലുള്ള ഡിന്നർ നമ്മൾ 6:30 മുതൽ 7:30 വരെ ആ സമയത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ സമയം നമ്മൾ ഒരു വെജിറ്റബിൾ സൂപ്പോ അതിനൊപ്പം ഒരു ചെറിയൊരു പ്രോട്ടീൻ സോസ് കൂടി കഴിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഭക്ഷണ രീതികൾ. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഫസ്റ്റത്തെ വീക്കിൽ നമ്മൾ 30 മുതൽ 40 മിനിറ്റ് വരെ ചെറിയ എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യുക. അതൊരു ബ്രിസ്ക് വാക്കായിരിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നന്നാവും. അതായത് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ ദിവസം നമ്മൾ 10 മിനിറ്റ് നടക്കുക, സെക്കൻഡ് ഡേ നമ്മൾ 20 മിനിറ്റ് ആക്കുക, തേർഡ് ഡേ തൊട്ട് നമ്മൾ 30 മുതൽ 40 മിനിറ്റ്സ് വരെ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നടക്കുക. നന്നായി ശരീരം വിയർക്കണം. ആ രീതിയിൽ നമ്മൾ 40 മിനിറ്റ് വരെ നമുക്ക് നടക്കാം. ഇന്ന് നമുക്ക് ഒരുപാട് മൊബൈൽ ആപ്പുകൾ അവൈലബിൾ ആണ്. നമ്മൾ എത്ര സ്റ്റെപ്സ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അത് ഡെയിലി നമ്മൾ 8000 മുതൽ 10000 വരെ സ്റ്റെപ്സുകൾ നമുക്ക് നടക്കാൻ കഴിയുകയാണെങ്കിൽ ഇന്ന് അത് സ്റ്റഡീസ് പ്രൂവൺ ആണ്. നമുക്ക് 20% വരെ ഫാറ്റി ലിവർ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇനി ഈ ഒരാഴ്ചയിൽ നമുക്ക് തേർഡ് ഡേ തൊട്ട് നമുക്ക് കാർഡിയോ സ്ട്രെങ്ത് ട്രെയിനിങ് പോലെയുള്ള എക്സസൈസുകൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ജിമ്മിലും മറ്റും പോയി അവരുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഇനി 4ാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരിയായ ഒരു ഉറക്കശീലം ഉണ്ടാക്കുക. നമ്മൾ വളരെ വൈകി ഉറങ്ങുന്ന ഒരു ശീലമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് കറക്റ്റ് ചെയ്യുക. രാത്രി നമ്മൾ ഒരു 10 മണിക്കുള്ളിൽ ഉറങ്ങുക. അതുപോലെ തന്നെ 7 to 8 hours സ്ലീപ്പ് നമ്മൾ സ്ഥിരമായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെ ഈ ഒരു 1 വീക്ക് നമ്മളിത് കൃത്യമായിട്ട് ഈ ഒരു ഡയറ്റും എക്സസൈസും നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇനി നമ്മളുടെ ബോഡി അപ്പോൾ നമ്മളെ ഈ ലിവർ ഒന്ന് റിപ്പയർ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കും. ഇനി രണ്ടാമത്തെ ആഴ്ച നമ്മൾ ചെയ്യേണ്ടത് അവിടെ ഒരു ഹീലിംഗ് പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനെ നമ്മൾ ആക്സലറേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊരു സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമുക്ക് പറയാനുള്ളത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ഒരു 12 മണിക്കൂർ വരെ നമ്മൾ ഫാസ്റ്റിംഗ്, അതായത് ഭക്ഷണം കഴിക്കാത്ത ഒരു രീതി നമുക്ക് അവിടെ ട്രൈ ചെയ്യാവുന്നതാണ്. അത് ഡെയിലി ചെയ്യേണ്ട, ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ അത് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഡാമേജ്ഡ് സെൽസ് ഒക്കെ റിപ്പയർ ചെയ്യാനും അവിടെ പുതിയതായിട്ടുള്ള ഫ്രഷ് സെൽസ് നമുക്ക് രൂപപ്പെടുവാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ ഫാസ്റ്റിംഗ് അല്ലാത്ത സമയത്ത് നമ്മൾ പറഞ്ഞ ഡയറ്റ് ഫോളോ ചെയ്യുക. കാർഡിയോ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസുകളുടെ തവണകൾ 3 ദിവസം കഴിഞ്ഞ ആഴ്ച ചെയ്തെന്നുണ്ടെങ്കിൽ അത് തവണകൾ കുറച്ചുകൂടെ നമുക്ക് കൂട്ടി ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡെയിലി ഉള്ള 30 to 40 മിനിറ്റ്സ് വാക്കും നടത്തവും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി മൂന്നാമത്തെ ആഴ്ച കുറച്ചുകൂടെ നമ്മൾ ഡീപ്പ് ഫാസ്റ്റിങ്ങിലേക്ക് നമുക്ക് പോവാം. ഡീപ്പ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു 12 മുതൽ 18 വരെ മണിക്കൂറുകളുള്ള ഫാസ്റ്റിംഗ് ആണ് ഇവിടെ പറയുന്നത്. 18 മണിക്കൂർ വരെ നമുക്ക് ഭക്ഷണമില്ലാതെ 1 ഡേ
ഒരു ദിവസം ഒരു മീൽ മാത്രം എന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഇത് ഡെയിലി എടുക്കണം എന്നില്ല, ഇന്റർമീഡിയന്റ് ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഭക്ഷണ രീതികളും എക്സസൈസും എല്ലാം ഫോളോ ചെയ്യുക. ഈ ഡീപ്പ് ഫാസ്റ്റിങ്ങിലൂടെ നമ്മളുടെ ഈ ഡെഡ് സെൽസ് ഒക്കെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് അത് ഡീജനറേറ്റ് ചെയ്യാനും ഫ്രഷ് സെൽസ് ഫോം ചെയ്യാനും ലിവറിനെ നമുക്ക് ഹീലിംഗ് പ്രോസസ്സ് കുറച്ചുകൂടെ ആക്സിലറേറ്റ് ചെയ്യാനും നമ്മളെ സഹായിക്കും. ഇങ്ങനെ നമ്മൾ ഈ 3 ആഴ്ച കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 4ാമത്തെ ആഴ്ച നമ്മൾ ലിവർ എൻസൈംസ് ലിപ്പിഡ് പ്രൊഫൈൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. അതിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ALT, AST, GGT പോലെയുള്ള ലിവർ എൻസൈംസ് നോക്കുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുക. ഒപ്പം തന്നെ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കുക, പിന്നെ HbA1c കൂടി നോക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മുമ്പത്തെ വാല്യൂമായിട്ട് നമുക്ക് തന്നെ നമ്മളുടെ ആ ഒരു വാല്യൂസ് നമുക്ക് കമ്പയർ ചെയ്യാനും നല്ല രീതിയിലുള്ള ഒരു പുരോഗമനം നമുക്ക് നമ്മുടെ മുമ്പിൽ തന്നെ കാണാനായിട്ടും സഹായിക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു മാസം കറക്റ്റായിട്ട് ഈ ഒരു പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ലിവറിനെ നമ്മളെ ഗ്രേഡ് ഇനി 2 ആണെങ്കിലും നമുക്ക് ഗ്രേഡ് 1ലേക്ക് മാറാനും ഗ്രേഡ് 1 ആണെങ്കിൽ അത് റിവേഴ്സലിലേക്ക് വരാനും നമ്മളെ സഹായിക്കും. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ഹോമിയോപ്പതി വ്യക്തിഗത ചികിത്സ എടുക്കുകയാണെങ്കിൽ ഓരോ ആൾക്കും ഫാറ്റി ലിവർ ഒരേ കാരണം കൊണ്ടായിരിക്കില്ല വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കേസിൽ പല രീതിയിലുള്ള ആളുകളിൽ ഫാറ്റി ലിവർ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലുണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞ കേസാണെങ്കിൽ 20 വയസ്സായ ഒരു പെൺകുട്ടിക്കാണ് ഫാറ്റി ലിവർ വന്നിട്ടുള്ളത്. അങ്ങനെ ഓരോ ഏജിനനുസരിച്ചിട്ടും അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചും എന്ത് കാരണം കൊണ്ടാണോ നമ്മുടെ ഈ ഫാറ്റി ലിവർ വന്നിട്ടുള്ളത് എന്ന് അസസ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഒരു ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാനായിട്ട് സഹായിക്കും. ഈ ഫാറ്റി ലിവറിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.